Hello മക്കളെ, ഇനി നമ്മളുടെ മുമ്പിലുള്ളത് ഫിസിക്സ് എക്സാം ആണ്. അപ്പോൾ ഫിസിക്സ് എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾ എല്ലാവരും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് മിസ്സിന് അറിയാം. അപ്പം +1 ഫിസിക്സ് ഫൈനൽ എക്സാംസിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു 10 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് എന്തായാലും എൻ്റെ മക്കൾ പഠിച്ചിട്ടേ എക്സാം ഹാളിലോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ഡെറിവേഷൻസ് മാത്രം പഠിച്ചിട്ട് പോകണമെന്നല്ല മിസ് പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു 10 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കൈനമാറ്റിക് ഇക്വേഷൻ ഓഫ് മോഷൻ ഫ്രം ദ ഗ്രാഫ് ആണ് അല്ലെ. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷന്റെ ഡെറിവേഷൻ ആണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ഡെറിവേഷൻ ഓഫ് പ്രൊജക്ടൈൽ മോഷൻ അല്ലെ. നമ്മുടെ പ്രൊജക്ടൈൽ മോഷനിലെ റേഞ്ച്, ഹൈറ്റ് അല്ലെ, മാക്സിമം ഹൈറ്റ്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ കംപ്ലീറ്റ് ഡെറിവേഷൻസ് എന്തായാലും എൻ്റെ മക്കൾ പഠിക്കണം. അതിനുശേഷം നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ബാങ്കിങ് ഓഫ് റോഡ്സ് അല്ലെ. അപ്പൊ ബാങ്ക്ഡ് റോഡിന്റെ മാക്സിമം സേഫ് വെലോസിറ്റിയുടെ ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് ചെയ്യാനുള്ളത്. അതിനുശേഷം കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി അല്ലെ. ഫ്രീ ഫാളിംഗ് ബോഡിയുടെ എനർജി കൺസർവേഷന്റെ ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, അതായത് റൊട്ടേഷൻ, സിസ്റ്റം ഓഫ് റൊട്ടേഷനിലെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള റിലേഷന്റെ ഡെറിവേഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഡെറിവേഷൻ ആണ് എസ്കേപ്പ് വെലോസിറ്റി. അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്നും വരുന്ന ബെർണോളിസ് തിയറത്തിന്റെ ഡെറിവേഷൻസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം തെർമോഡൈനാമിക്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഡെറിവേഷൻ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് ആണ്. ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മക്കളെ. അതിനുശേഷം ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡിന്റെ ഡെറിവേഷൻ ആണുള്ളത്. സോ ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം പഠിക്കണം. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 15th ചാപ്റ്റർ വേവ്സിൽ നിന്ന് വരുന്നതാണ്. മിസ് എപ്പോഴും പറയാറുണ്ട് സ്റ്റാൻഡിങ് വേവ്സ് ഓൺ എന്താണ് നമ്മളുടെ സ്ട്രിങ്ങിലെ സ്റ്റാൻഡിങ് വേവ്സ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, ഇത് മൂന്നിൻ്റെയും റേഷ്യോസ് അല്ലെ 1:2:3 അഥവാ 1:3:5 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലേക്കുള്ള ഡെറിവേഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു 10 ഡെറിവേഷൻസ് ഒരിക്കലും എൻ്റെ മക്കൾ പഠിക്കാതെ എക്സാമിന് പോരുത്. അപ്പോൾ ഈ ഡെറിവേഷൻസ് വേഗം തന്നെ നമ്മുടെ ഡെറിവേഷൻസ് വീഡിയോ താഴെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും വേഗം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഡെറിവേഷൻസ് എല്ലാം പഠിച്ചു തുടങ്ങുക. ഇത് പഠിക്കാതെ ആരും പോരുത്. നമുക്ക് ഓരോ മാർക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. +1 ഫിസിക്സ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്തുകൊണ്ട് നമ്മുടെ എക്സാം ഹാളിൽ നിന്ന് വരണം. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.